ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് അനായാസമായിട്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് കുറേ കാറ്റഗറീസ് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നമുക്കിവിടെ KCB കേരള ഇലക്ട്രിസിറ്റി എന്ന ഓപ്ഷൻ ലഭിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നോ അക്കൗണ്ട്സ് ലിങ്ക്ഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പ്ലസ് മാർക്ക് കിട്ടും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വളരെ അനായാസമാണ് നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ആകെപ്പാടെ ആവശ്യമുള്ളത് കൺസ്യൂമർ നമ്പർ മാത്രമാണ്. അത് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ കൺസ്യൂമർ നമ്പറിൻ്റെ സ്ഥലത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അക്കൗണ്ട് നെയിം ആരുടെ പേരിലാണോ ഇലക്ട്രിസിറ്റി ബില്ല് വന്നേക്കുന്നത് അയാളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലിങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇവിടെ പേ ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ആകെപ്പാടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പേ ബിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷൻ്റെ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പൈസ കട്ടാകേണ്ടത് ആ അക്കൗണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ പ്രോസസ്സിങ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഉടനെ തന്നെ നമ്മുടെ റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ റീചാർജ് സക്സസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അനായാസമായിട്ട് ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്നും ഇഷ്ടപ്പെട്ടുവെന്നും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.